ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ 1.3 ദ ഡെറിവേറ്റീവ് ആസ് എ ലിമിറ്റ് ആൻഡ് ദ ലെബനിസ് നൊട്ടേഷൻ. ഇതിൽ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്നുകൂടി ഫോർമലായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. പ്ലസ് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുക എന്നുള്ളതും ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പഠിക്കുന്നത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടൊരു തിയറാണ്. അത് കഴിഞ്ഞ് പിന്നെ ലെബനിസ് നൊട്ടേഷൻ, ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്, ലെബനിസ് നൊട്ടേഷൻ ഓഫ് എ ഡെറിവേറ്റീവ് അതെന്താണെന്നുള്ളത് നോക്കും. ഈ 3 കാര്യമാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഡെഫിനിഷൻ പറയുന്ന വേറൊന്നുമല്ല, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് അതിൻ്റെ ഡൊമെയിനിൽ x0 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ഈ x0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് x0 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ആൻഡ് ഈ എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറഞ്ഞ വാല്യൂ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് x0 ആണെന്നുള്ളതും പറയും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഹുസ് ഡൊമെയിൻ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ഇന്റർവെൽ അബൌട്ട് x0. വി സേ ദാറ്റ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 വെൻ ദ ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ്. അതായത് ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ എഫിന് ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ നമ്മളോട് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ദെൻ എഫ് ഓഫ് x0 ഇസ് ദെൻ കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് x0. എഫ് ഓഫ് x0 അല്ല, ഇത് എഫ് ഡാഷ് ഓഫ് x0 ആണ്. എഫ് ഡാഷ് ഓഫ് x0 ഇസ് ദെൻ കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് x0 എന്ന് പറയാം. ഈ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതും പറയാം. ആൻഡ് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് x0 ആണ് എന്നുള്ളതും പറയാം. ഇതാണ് ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് പറയുന്നത്. ഇനി അടുത്തൊരു തിയറം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തിയറം നോക്കാം. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുള്ളൂ എന്നുള്ളത്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം, ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വലും ആവണം. അപ്പോഴാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പറയുക അല്ലേ. അപ്പോൾ അതിന് ബേസിക് ആയിട്ട്, ഒരു കണ്ടിന്യൂറ്റിക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിക്ക് ബേസിക് ആയിട്ട് വേണ്ടത് കണ്ടിന്യൂറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഒരിക്കലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ക്ലിയർ ആണല്ലോ? സോ ഈ തിയറം പറയുന്നത് അതാണ്. ഇഫ് എഫ് ഡാഷ് ഓഫ് x0 exists, then f of x is continuous at x0. That is, limit x tends to x0, f of x is equal to f of x0. അതായത് ഒരു ലിമിറ്റ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യും വേണം, ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആവണം, അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇനി എഫ് ഡാഷ് ഓഫ് x0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഡാഷ് ഓഫ് x0 എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ x0 എന്ന് പറഞ്ഞ വാല്യൂവിൽ ഡിഫറൻഷ്യബിൾ ആവണം അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് x0 എക്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി പക്ഷേ ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ട്രൂ അല്ല. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ മോഡ് എക്സ് എടുക്കുകയാണ്. ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 അല്ലേ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഗ്രാഫ് നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് ഇതിങ്ങനെ പോകും ആൻഡ് എക്സ് ലെസ് ദാൻ 0ക്ക് ഇതിങ്ങനെയും വരും. കറക്റ്റ് വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. ഈ പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ? ആസ് എക്സിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ 0യിലേക്കാണ് പോകുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും വാല്യൂ 0യിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആൻഡ് ഫംഗ്ഷന്റെ വാല്യൂ എന്താ വരുന്നത്? അത് 0 ആണ്. എഫ് ഓഫ് 0 ആണ്. അപ്പോൾ ലിമിറ്റും 0 ആണ്, ഫംഗ്ഷന്റെ വാല്യൂം 0 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് പറയാം. സോ ഈ ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാം. പിന്നെ ഗ്രാഫ് നോക്കി നമുക്ക് പറയാനറിയാം, പെൻ എടുക്കാതെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് പെൻ എടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. സോ ആ പോയിന്റിൽ അത് എന്തായാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ. പക്ഷേ ഡിഫറൻഷ്യബിൾ ആവോ നമ്മൾ എങ്ങനെയാ നോക്കുക? ആ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഡെറിവേറ്റീവ് എങ്ങനെയാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. എഫ് ഓഫ്
എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് കണ്ടിട്ട് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ഒരു വാല്യൂ കാണണം അല്ലേ. ഈ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0ലാണ് കേട്ടോ ഇവാലുവേറ്റ് ചെയ്യണത്. സോ എക്സ് നോട്ട് നമുക്കിവിടെ 0 ആണ്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 ആണ്. 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ, മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ആസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടാ പോവുക, ഒന്ന് നോക്കിയേ. മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് നമുക്ക് വാല്യൂ ഉള്ളത്. ഇതിന് ഇപ്പോൾ മോഡ് ഡെൽറ്റ എക്സിന് നമുക്ക് എങ്ങനെയാണ് വാല്യൂ എടുക്കാൻ പറ്റുക, മോഡ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആവും വെൻ ഡെൽറ്റ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഡെൽറ്റ എക്സ് ആവും വെൻ ഡെൽറ്റ എക്സ് ഇസ് ലെസ് ദാൻ 0 അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് എങ്ങനെയാണ് വരിക, വെൻ ഡെൽറ്റ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 1 ആവും, വെൻ ഡെൽറ്റ എക്സ് ഇസ് ലെസ് ദാൻ 0 -1 ആവും അല്ലേ. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ബൈ മോഡ് എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ടെൻസ് ടു 0 മൈനസ്, അതായത് 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് അല്ല, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എന്താ, -1 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ കിട്ടുക, +1 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0ൽ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ, എക്സിസ്റ്റ് ചെയ്യില്ല. LHL നോട്ട് ഈക്വൽ ടു RHL വരും. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. ഇനി ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി പറയാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, കാരണം ഡെറിവേറ്റീവിനെ നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ എന്ന് പറയും. ഈ ഒരു പോയിന്റിൽ നമുക്ക് എത്ര ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ ഒന്ന് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ. ഒരുപാട് ടാൻജന്റ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ആണ് നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് പറയുക. ഇതിൽ ഒരുപാട് ടാൻജന്റ് ലൈൻ ഉണ്ട്, ഓരോന്നും ഡിഫറെൻറ്റ് സ്ലോപ്പാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടുന്നുള്ള പോലെയായി. അപ്പോൾ ഡെറിവേറ്റീവ് യുണീക്ക് ആണോ, ഒരിക്കലും അല്ല. ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ, പറയാൻ പറ്റില്ല. അപ്പോൾ സ്ലോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ടാൻജന്റ് ലൈൻസിൻ്റെ കാര്യം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഏതൊരു ഗ്രാഫിലും ഇതുപോലെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ടാൻജൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ആ ഫംഗ്ഷൻ ആ പോയിന്റ്സിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. സോ ഒരു ഗ്രാഫിൽ ഷാർപ്പ് എഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇനി ഇതിൽ ലെബനിസ് നൊട്ടേഷൻ ആണ് പറയുന്നത്. ലെബനിസ് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ സാധാരണ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. ഇതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, പ്രൈം നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഡിനോട്ട് ചെയ്യാം. ഇതിനെ തന്നെ നമ്മൾ dy/dx എന്ന് എഴുതില്ലേ, അല്ലെങ്കിൽ dy/dx എന്ന് എഴുതില്ലേ, അല്ലെങ്കിൽ df(x/dx) എന്ന് എഴുതും, ഓർ d(f(x/dx) എന്ന് എഴുതും. ഇതൊന്നും ഒരു ഫ്രാക്ഷൻ അല്ല, സാധാരണ ഒരു നമ്പറിൻ്റെ ചുമ്മാ ഒരു ഫ്രാക്ഷൻ അല്ല, റേഷ്യോ ഒന്നുമല്ല. പക്ഷേ ഇതൊരു നൊട്ടേഷനാണ്. ഈ നൊട്ടേഷനെയാണ് നമ്മൾ ലെബനിസ് നൊട്ടേഷൻ എന്ന് പറയുക. ഒരു മാത്തമാറ്റീഷ്യൻ, ലെബനിസ് എന്ന പേരുള്ള ഒരു മാത്തമാറ്റീഷ്യൻ കോയിൻ ചെയ്തതുകൊണ്ടാണ് ഈ നൊട്ടേഷനെ നമ്മൾ ലെബനിസ് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നൊട്ടേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ നൊട്ടേഷൻസിനെയാണ് നമ്മൾ ലെബനിസ് നൊട്ടേഷൻ എന്ന് പറയുക. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നൊക്കെ പറയില്ലേ, അതായത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അത് ലെബനിസ് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് dy/dx അറ്റ് എക്സ് നോട്ട് എന്നാ പറയാം, അല്ലെങ്കിൽ df/dx അറ്റ് എക്സ് നോട്ട് എന്ന് പറയും. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യും, താഴെ ആ വാല്യൂ എന്താണോ അത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെബനിസ് നൊട്ടേഷനിൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ലെബനിസ് നൊട്ടേഷൻ പറയുന്നത്. അപ്പോൾ ഈ 3 കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി നമുക്കതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം.
പിന്നെ ഒരു കാര്യം കൂടി, ഈ നൊട്ടേഷനിൽ നമ്മൾ വായിക്കുക ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, then f dash of 3 is equal to 6 by the quadratic function rule with a is equal to 1, b is equal to 0 and c is equal to 0 and x naught is equal to 3. Justify that f dash of 3 is equal to 6 directly from the formal definition of the derivative and the rules for limits. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഡാഷ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 6 ആണ് എന്നുള്ളത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് അറിയാമെന്ന് അവർ പറയുന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് എഫ് ഡാഷ് ഓഫ് 3 6 ആണ് എന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താ 3 ആണ്. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് 3 6 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഫോർമൽ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കേട്ടോ, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ എന്താ 3 ആണ്. സോ എഫ് ഡാഷ് ഓഫ് 3 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ടിന് പകരം നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സോ അത് നമ്മളിവിടെ കൊടുക്കുവാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് 3 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താവും 3 പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അല്ലേ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. ലിമിറ്റ് delta x tends to 0 9 plus delta x the whole square plus 3 into 2 6 delta x minus 9 divided by delta x. 9 minus 9 cancel ആയി. ബാക്കിയുള്ളത് limit delta x tends to 0 delta x the whole square plus 6 delta x. ഇത് ഞാൻ ഓരോ delta x നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് delta x പ്ലസ് 6 എന്നുള്ളതാ അല്ലേ. ഇനി ഇതിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടേം 0 ആയി പോവും, ബാക്കി 6 ഉള്ളൂ. സോ നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഫ് ഡാഷ് ഓഫ് 3 എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യൂസ് എ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് ദ റൂൾസ് ഓഫ് ലിമിറ്റ്സ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ്. നമ്മളോട് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ, പക്ഷെ ഇവിടെ നമുക്ക് എക്സ് നോട്ട് തന്നിട്ടില്ല. സോ എക്സിനെ നമ്മൾ ആർബിട്രറി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇവിടെ ഫംഗ്ഷൻ എക്സ് ക്യൂബാണ്. ആ വാല്യൂ കൊടുക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ ക്യൂബ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് വരും ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും അല്ലേ. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എ പ്ലസ് ബി ദി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് 3x ഇൻറ്റു ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ ക്യൂബ് മൈനസ് ഒരു എക്സ് ക്യൂബ് ഉണ്ട് അല്ലേ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ക്യാൻസലായി. ബാക്കി എല്ലാ ടേമിലും ഓരോ ഡെൽറ്റ എക്സ് ഉണ്ട്. അതിനെ കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന വാല്യൂ 3x സ്ക്വയർ ഉണ്ടാവും പ്ലസ് 3x ഇൻറ്റു ഡെൽറ്റ എക്സ് ഉണ്ടാവും പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഇനി ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ ഈ രണ്ട് ടേമും 0 ആയി പോവും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 3x സ്ക്വയർ ഉണ്ടാവുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x സ്ക്വയർ ആണെന്നുള്ളത്. അത് നമുക്ക് ഈ ഫോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. നമ്മളത് പ്രൂവ് ചെയ്തു.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x തന്നിട്ടുണ്ട്. ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ളത്. എഫ് ഡാഷ് ഓഫ് എക്സ് കാണാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f of x plus delta x minus f of x divided by delta x ആണ്, which is equal to limit delta x tends to 0. f of x plus delta x എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 1/x plus delta x minus f of x എന്ന് പറയുന്നത് 1/x വരും divided by delta x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് delta x tends to 0 x minus x plus delta x whole divided by x into x plus delta x whole divided by delta x ഉണ്ട്, which is equal to limit delta x tends to 0. ന്യൂമറേറ്റർ എന്താവും? x minus x എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും. ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ എക്സ് ഉണ്ടാകുക. താഴെ ഡെൽറ്റ എക്സും കൂടി ഇതിനോട് കൂടെ ജോയിൻ ചെയ്താൽ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള ഫോം ആവും. ഈ ഡെൽറ്റ എക്സും ക്യാൻസലായി. ബാക്കി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇനി ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 1/x ഇൻറ്റു എക്സ് വിച്ച് ഇസ് മൈനസ് 1/x സ്ക്വയർ. സോ 1/x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/x സ്ക്വയർ ആയിരിക്കും എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കാണാനാണ്. ആസ് യൂഷ്വൽ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുകയാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും അല്ലേ. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് വരും ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? റാഡിക്കൽസ് ആണ്. നമുക്ക് ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് മേലെയും താഴെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? നടുക്കത്തെ സൈൻ മാറ്റുക അല്ലേ. നടുക്കത്തെ സൈൻ മാറ്റിയാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസിന് പകരം പ്ലസ് കൊടുക്കുക റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ അതേ ടേം മേലെയും താഴെ നമ്മൾ അതേ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഒരേ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻറ്റു 1 എന്ന് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. എ ബൈ എ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇപ്പം ദിസ് തിങ് ബൈ ദാറ്റ് തിങ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ ഇൻറ്റു 1 ചെയ്യുന്നതിന് പകരം ഞാനതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിൽ ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ സ്കൂൾ ലെവലിൽ ഒരു 8ാം ക്ലാസ് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റി ആയിരുന്നു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എവിടെയൊക്കെ റാഡിക്കൽസ് വന്നോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറ് ഈ ഒരു ഫോമാറ്റ് ആണ്. സോ അത് തന്നെ എവിടെയും യൂസ് ചെയ്തത്. ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഒന്ന് തന്നെയല്ലേ. 1 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 1ഉം സെയിം ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഈ ഒരു ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ബി എന്ന് പറയുന്നത് റൂട്ട് എക്സും ആണ്. സോ അതിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്ക്വയേഴ്സ് കിട്ടും. സോ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് എക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആവും. റൂട്ട് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആവും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എടുത്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല. അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അല്ലാണ്ട് ഞാൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഡെൽറ്റ എക്സിനെ ക്യാൻസൽ ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ കേട്ടോ. ഇനി നോക്കിയേ, എക്സ് മൈനസ് എക്സ് ക്യാൻസലായി. പിന്നെ മേലെ ഒരു ഡെൽറ്റ എക്സാണ് ഉള്ളത്. ഡെൽറ്റ എക്സും ക്യാൻസലായി.
പിന്നെ എന്താ ഉണ്ടാവുക? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1/√(x + Δx + √x) എന്നുള്ള ടേമാണ് ഉണ്ടാവുക. ഇനി ഡെൽറ്റ എക്സിന് നമുക്ക് 0 കൊടുക്കാം അല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഡെൽറ്റ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം മാത്രം 0 ആവും. അതായത് 1/√x + √x എന്നുള്ള ഫോം ആവും. 1/√x + √x എന്ന് പറഞ്ഞാൽ 1/2√x എന്ന് വരും. സോ √x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് കിട്ടി? 1/2√x എന്ന് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് പറയുന്ന ഫൈൻഡ് ദ സ്ലോപ്പ് m ഓഫ് എ ഗ്രാഫ് y = √x at x = 4. സ്ലോപ്പ് m കാണണം. y = √x എന്നാണ് ഗ്രാഫ് തന്നിട്ടുള്ളത്. അറ്റ് x = 4 എന്ന് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് പറയുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി v ഓഫ് എ ബസ് ഹൂസ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഇസ് t ക്യൂബ് എന്നാണ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അതിൻ്റെ വെലോസിറ്റി കാണണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് ലൈൻ, സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് തന്നെയാണ്. ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് കേസിലും കാണാനുള്ളത് ജസ്റ്റ് ഡെറിവേറ്റീവ്സ് മാത്രമാണ്. ഇവിടെ നമുക്ക് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ട്, ഇവിടെ അതും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതിയോ. സോ എ പാർട്ട് നമ്മൾ ചെയ്യാണ്. y = √x എന്ന് തന്നിട്ടുണ്ട്. തൊട്ട് മേലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു dy/dx എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. തൊട്ട് മേലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു √xന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2√x അല്ലേ. സോ dy/dx എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് എഴുതാം? 1/2√x ആണെന്ന് എഴുതാം. അറ്റ് x = 4 ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ dy/dx അറ്റ് x = 4 എന്ന് പറയുന്നത് 1/2 × √4 വരും. എക്സിന്റെ പൊസിഷനിൽ 4 കൊടുത്താൽ പോരെ. √4 എന്ന് പറയുന്നത് എന്താ? 2 തന്നെയാണ്. സോ 1/2² എന്ന് വരും, വിച്ച് ഇസ് 4. ഓക്കെ ആണല്ലോ. സോ വാല്യൂ നമുക്ക് കിട്ടുക 1/4 ആണ്. ഇനി വെലോസിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഫംഗ്ഷൻ t³ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണാനുള്ളത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് പൊസിഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ പൊസിഷൻ ഫംഗ്ഷൻ t³ ആണ്. അപ്പോൾ t³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 3t² ആണ്. സോ അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ പഠിക്കാം. സോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.